മിൽക്ക്. ഞാൻ എൻ്റെ പല വീട്ടിലും പറയുന്നില്ല പാല് മാറ്റി വെക്കും, പാല് മാറ്റി വെക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഷടാ ഈ കംപ്ലീറ്റ് ആഹാരം എന്ന് പറയുന്ന ഈ സാധനം എന്തിനാണ് ഈ ഡോക്ടർ മാത്രം ഈ മാറ്റി വെക്കെന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇത് നല്ല ഗുണമാണ്. അതായത് മിൽക്ക്, പാലെന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസുലിൻ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞ ഗുണമുണ്ട്. ഈ ഹോർമോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പശുവിൽ നിന്ന് ഇത്ര ലിറ്റർ കണക്കിന് പാല് കിട്ടുന്നത്, അല്ലാതെ പശു ഉണ്ടാക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പുല്ല് തിന്നുന്ന പശുവിന്, നാടൻ പശുവൊക്കെ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ മതി, ഒരു എത്ര ലിറ്റർ പാല് കിട്ടും? 2 ലിറ്റർ 3 ലിറ്ററൊക്കെ കിട്ടിയ ഭാഗ്യം, പോട്ടെ ഒരു 5 ലിറ്റർ വരെ പിടിക്കാം. പക്ഷെ ശരിക്കും ഒരു പശു ഈ ഫീഡ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പശു എത്ര ലിറ്റർ പാല് തരുന്നത് എന്ന് വെച്ചാൽ ആ ശരീരത്തിൽ നിന്നുള്ള നോർമലായിട്ട് വരുന്ന പാലല്ല, ഇത് ഹോർമോൺ കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പാലുകൾ വരുന്നത്. ഈ സെയിം ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലേക്കും കയറുന്നത്. അതുകൊണ്ട് ഒരിക്കലും പാല് മോശമെന്നല്ല, പക്ഷെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഇതായതുകൊണ്ട് നമുക്കത് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ PCOD കണ്ടീഷനിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസും ലീക്കി ഗട്ട് ഉണ്ടാക്കുന്നത് പാലായതുകൊണ്ടാണ് പാല് എന്ന് പറയുന്നത്. അല്ലാതെ വലിയ പിന്നെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. റിപ്പീറ്റഡ് ആയി വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് മദ്യം പോലാണ്. നമ്മളത് ഇങ്ങനെ ആ ഒരു നല്ല ഒരു പേര് ഈ പാലിനുള്ളത് കൊണ്ടാണ് നമ്മളത് ഓപ്പണായിട്ട് എല്ലാവരും കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പക്ഷേ മദ്യത്തിന് നല്ല പേരല്ല. അതുകൊണ്ട് നമ്മൾ മാറിയിരുന്ന് കുടിക്കും. മദ്യം മാറിയിരുന്ന് കഴിക്കുന്നു, പാല് നേരെ ടേബിളിൽ ഇരുത്തി എല്ലാവരും കൂടെ കഴിക്കുന്നു. കുട്ടികൾക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അലർജിയുള്ള കുട്ടികൾ, മലബന്ധമുള്ള കുട്ടികൾ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അതേപോലെ സ്കിൻ ഡിസീസ് ഉള്ള കുട്ടികൾ, തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നമുള്ള കുട്ടികൾ, അവർക്ക് ഡൈജഷൻ ഇല്ലാത്ത കുട്ടികൾ, വിശപ്പില്ലാത്തവർ, ഇവർക്കെല്ലാം മെയിൻ ഇൻടോളറൻസ് ആയി സാധനം. ആര് പറയുന്നു? മരണം വരെ പാല് കഴിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ. വേറെ ഒരു ജീവികളും ഈ പറയുന്ന ആദ്യത്തെ കുറച്ച് സമയം അല്ലാതെ പിന്നെ കഴിക്കത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ലീക്കി ഗട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടാകുന്നത് ഇപ്പോഴാണ്, പണ്ട് അത്ര ഇല്ലായിരുന്നു. കാരണം ഇത്രയും വരാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഈ ഒരു രീതിയിലുള്ള ഉള്ളിലേക്ക് കയറുന്നവർ. ആരും ഇങ്ങനെ വീട്ടിൽ പശു വളർത്തുന്ന കാര്യങ്ങളില്ലല്ലോ. ഒരു നാട്ടിൽ ഒരു പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലൊക്കെ ഉള്ള പാല് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ആ നാട്ടിലുള്ള എല്ലാവരും പാല് കുടിക്കുന്നവരായിരിക്കും. ഇതിനു വേണ്ടി എവിടുന്ന് ഈ പാലുണ്ട്, എവിടുന്ന് ഈ പശു ഉണ്ട്? ഒരു പശുവിനൊരു പരിധിയില്ലേ, ഇത്രയും പേർക്ക് പാല് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടുന്ന് ഈ സാധനം വരുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഈ പ്രശ്നമുള്ള ആളുകൾ ഇത് എടുത്തോ. അതേപോലെ ഡിപ്രഷൻസ്, ഇറിറ്റേഷൻസ്, മൂഡ് സ്വിങ്സ്, അവർക്കെല്ലാം ഇത് ഹൈലി ഇൻടോളറൻസ് ആണ്. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലീക്കി ഗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും മറവി, അൾസിമേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിമെൻഷ്യ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സ്കിന്നിൻ്റെ ചൊറിച്ചിൽ, വല്ലാത്ത രീതിയിലുള്ള മുടി കൊഴിച്ചിൽ, ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വീട്ടിലേക്ക് വെള്ളപ്പാണ്ട്, ഇങ്ങനത്തെ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. കുടലിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് അത് കറക്റ്റായിട്ട് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇത് ലീക്കായി കഴിഞ്ഞാൽ, അതിൻ്റെ കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ കെമിക്കൽസ് റിലീസ് ചെയ്ത് ബ്ലഡിലേക്ക് കയറും. ഡയറക്റ്റായിട്ട് ഫുള്ള് ഡൈജഷൻ എല്ലാം കഴിഞ്ഞ് വിഷാംശങ്ങളൊക്കെ പുറത്തു പോകുന്നതിന് പകരം ഇത് ഇടയ്ക്കോട്ട് കയറുന്നതിനാണ് ലീക്കി ഗട്ട് എന്ന് പറയുന്നത്. ഈ ലീക്കി ഗട്ട് നമ്മുടെ പലതരം ഓർഗൻസിനെ ഡാമേജ് ചെയ്യും. അതിനകത്ത് ഒരെണ്ണം തൈറോയിഡാണ്. അതിനെയാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഡാമേജ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. സാധാ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ലീക്കി ഗട്ട് ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ആമവാദമുള്ള ആൾക്കാർക്ക് എടുത്താൽ മതി. അമ്മയ്ക്ക് ആമവാദം ഉണ്ടെങ്കിൽ മകൾക്ക് തൈറോയിഡൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമ്മയ്ക്ക് തൈറോയ്ഡ് റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മകൾക്ക് ആമവാദം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അറിയേണ്ട കാര്യം, വെറുതെ എൻ്റെ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കരുത്. ഇതിനകത്ത് എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുടലിലെ ലീക്കേജ് ആണ്. ഇത് നമുക്കുണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യണം. ഇതത് എങ്ങനെ ഉണ്ടാക്കുന്നത്? അതിലാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഷുഗർ, മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഈ ലീക്കി ഗട്ട് പ്രശ്നം ഉണ്ടാവും. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഗ്ലൂട്ടൻ ഞാൻ പലപ്പോഴും വീഡിയോകളിൽ പറയുന്നതാണ്. ഗോതമ്പ്, മൈദ, ഓട്സ്, ഈ സാധനങ്ങളിലൊക്കെയാണ് ഗ്ലൂട്ടൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ റിസർച്ചുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാന്നേ ഉള്ളൂ. അത് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്ലൂട്ടൻ, ആൽക്കഹോൾ, ചില ആളുകൾക്ക് പറയില്ലേ കുറച്ച് കുടിക്കുമ്പോഴത്തേനും തലയ്ക്ക് കയറുമെന്ന് പറയില്ലേ. അതായത് ആദ്യം നമുക്ക്
കുറച്ച് കഴിക്കുമ്പോഴത്തേന് ഈ തലയ്ക്ക് പിടിക്കുകയാണ്, പ്രശ്നം ഉണ്ടാകുകയാണ്. പല രീതിയിലുള്ള സ്വഭാവപരമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത് ഈ പറയുന്ന ആൽക്കഹോൾ എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ ലീക്കി ഗട്ട് പ്രശ്നങ്ങളെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ മദ്യപിക്കുന്ന അളവ് കാര്യമല്ല ഞാനീ പറയുന്നത്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകും, ഹാർട്ടിലെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്.